കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പേരിലുള്ള മദ്ഹ് ഗാനത്തെ കാന്തപുരത്തിന്റെ മൗലിദ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കാൻ എസ്.കെ.എസ്.എസ്.എഫ് പ്രവർത്തകരുടെ ശ്രമം. കഴിഞ്ഞ ദിവസം ഹരിപ്പാട് സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഹുബ്ബ് റസൂൽ സമ്മേളനത്തിലാണ് ഇലൽ ഹബീബ് ബുറുദ സംഘത്തിലെ ഹംസ മഹ്മൂദി കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുന്ന ഗാനം ആരംഭിച്ചത്. ഗാനത്തിനിടയിൽ സ്വലാത്ത് ചൊല്ലിയതാണ് കാന്തപുരത്തിന്റെ മൗലിദ് എന്ന രീതിയിൽ എസ്.കെ.എസ്.എസ്.എഫ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. വൈരികളാകെ ഓടിയൊളിക്കും, അസുരം കേട്ടാൽ ഞെട്ടി വിറക്കും, ഒരു നോക്ക് കാണാൻ അവരും കൊതിക്കും. മൗലാന മൗലൽ ആലമീൻ സുൽത്താനുൽ ഉലമാ. എന്നാൽ മദ്ഹ് ഗാനവും മൗലിദും തിരിച്ചറിയാനുള്ള വിവേകമില്ലാത്ത ചിലരാണ് ഈ കുപ്രചരണത്തിന് പിന്നിലെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുയരുന്നു. മദ്ഹ് ആലപിച്ച ഹംസ മഹ്മൂദി KMAC ന്യൂസിനോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഹംസ മഹ്മൂദി, കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് താങ്കൾ പാടിയ ഒരു ഗാനം സോഷ്യൽ മീഡിയയിൽ കാന്തപുരത്തിന്റെ മൗലിദ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് നൽകാനുള്ള വിശദീകരണം? പ്രിയപ്പെട്ട KMAC ശ്രോതാക്കളോട്, ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ദിലീൽ മടവൂർ സാഹിബ് ചോദിച്ച വിഷയങ്ങൾ അതിന് മറുപടി പറയുകയാണ്. അടുത്ത ദിവസം ആലപ്പുഴ ഹരിപ്പാട് വെച്ച് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു മീലാദ് റാലിയും ഹുബ്ബ് റസൂൽ പ്രഭാഷണവും പ്രകീർത്തന സദസ്സും നടന്നിരുന്നു. അതിൽ പ്രകീർത്തന സദസ്സിന് സാധുവായ എന്നെയാണ് ക്ഷണിച്ചിരുന്നത്. ഞാനവിടെ പോയി ധാരാളം ആലിമീങ്ങളും ജില്ലാ ജംഇയ്യത്തുൽ ഉലമ, സംഘകുടുംബത്തിലെ പ്രസ്ഥാന കുടുംബത്തിലെ മുഴുവൻ ആളുകൾ മണിനിരന്ന പരിപാടി വളരെ സന്തോഷകരമായിരുന്നു. റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടി അവസാനം അവിടുത്തെ ആലിമീങ്ങളുടെ പ്രവർത്തകന്മാരുടെ ആഗ്രഹമനുസരിച്ച് മഹാനായ സുൽത്താനുൽ ഉലമയുടെ ഒരു മദ്ഹ് ഗാനം പാടണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ഞാനവിടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒരു പാടണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രചിച്ച ഒരു പാട്ട് അന്ന് പാടിയിരുന്നു. അന്ന് വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇരിക്കട്ടെ, ഇപ്പോൾ അത് ആ സ്റ്റേജിൽ ആലപിച്ചപ്പോൾ അവിടുത്തെ പ്രവർത്തകന്മാർ വലിയ ആവേശമുള്ളവരായതുകൊണ്ട് മഹാനായ ഉസ്താദിന്റെ മദ്ഹിന്റെ ആ വരികൾ വളരെ രസകരമായതുകൊണ്ടും അവരതിൽ ആനന്ദം. അങ്ങനെ അത് ഞാൻ എഴുതിയത് മശ്രിക്കിലും മഗ്രിബിലും നബി ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി എന്നുള്ള രീതിയിലാണ് എഴുതിയിരുന്നത്. അങ്ങനെ അത് ആവേശം കൊണ്ടിങ്ങനെ ചൊല്ലി മഹാനായ ഉസ്താദ് തീകുട്ടികളെ നോക്കുന്നയാളാണ്, പാവങ്ങളെ സഹായിക്കുന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ മദ്ഹാണ്. അതിന്റെ ജവാബ് തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തായി കൊട്ടിച്ച് സ്വലാവാത്തി ചൊല്ലി. അതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മൗലിദാണെന്നും തോന്നുന്നില്ല. മൗലിദ് കാണുന്ന പാട്ടും ബൈത്തൊക്കെ മൗലിദാക്കി ചിത്രീകരിച്ചാൽ അതിനല്ലേ നേരണ്ടാവും. അങ്ങനെയാണെങ്കിൽ എത്ര പാട്ടുകളോട് എന്റെ മുമ്പ് സ്വലാത്തുമ്പോ ചെല്ലുന്ന പാട്ടുകളുണ്ട്, യാനബി ചെല്ലും തുടങ്ങിയ പാട്ടുകളുണ്ട്. അതൊക്കെ മൗലിദാകണ്ടേ? അതാ എത്ര പാട്ടുകളുണ്ട് എന്നെ നമുക്ക് പറയാൻ പറ്റും. ഒക്കെ ഈ ഒരു പാട്ട് മാത്രം മൗലിദിന്റെ ഗണത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അത് മൗലിദ് എന്താണെന്ന് അറിയാത്ത ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അത് മൗലിദ് അവിടെ ഉണ്ടായിട്ടില്ല. ഒരു മദ്ഹ് ഗാനമാണ് ചൊല്ലിയത്. എനിക്ക് പറയാനുള്ളത്, അത്തരം വിമർശകരോട് പറയാനുള്ളത്, ഈ ഗുണഗണങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് സുൽത്താനുകൾക്കൊക്കെ കിട്ടിയത്. അപ്പൊ അതിന് കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നമുക്ക് അനിവാര്യമല്ലേ? അതുകൊണ്ടാണ് സ്വലാവാത്തി അലൻ നബി എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ഞാൻ അവിടെ സ്വലാവാത്തി അലല്ലേബി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് മൗലിദാണെന്ന് പിന്നെ മൗലിദാണെന്ന് പറയാം. ഞാൻ അവിടെ സ്വലാവാത്തി അലല്ലേബി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് മൗലിദാണെന്ന് പിന്നെ മൗലിദാണെന്ന് പറയാം. സ്വലാവാത്തി അലൻ നബി എന്നാണ് ചൊല്ലുക. ഹബീബായ നബിന്റെ ഒരു സ്വലാത്ത് ചൊല്ലിയാണ്. ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാ സമയത്തും സ്വലാത്ത് ചൊല്ലിക്കോളൂ, റസൂലുള്ളാഹിന്റെ സ്വലാത്ത് സ്വീകരിപ്പിച്ചോളൂ. അത് ഇബ്സ്താനെ അത് പറയുമ്പോഴും പറയാം, വാപ്പാന്റെ അമ്മാന്റെ അത് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് പറയാം. നന്ദിയാണ്, ആ ഹബീബ് മുഖേനയാണ് നമുക്ക് നന്മ കിട്ടിയിട്ടുള്ളത്. ആ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലി മാത്രമല്ല, സ്വലാത്ത് ചൊല്ലുന്നതൊക്കെ മൗലിദാക്കി കൂട്ടാൻ നിന്നാൽ അത് അജ്ഞത കൊണ്ടുണ്ടാകുന്നതാണ്. ഞാൻ മൗലിദ് ചൊല്ലിയിട്ടില്ല. മഹാനായ എ.പി. സ്ഥാപിച്ച് മദ്ഹ് പാടിയിട്ടുണ്ട്. അപ്പൊ സന്തോഷം കൊണ്ട് പ്രവർത്തകന്മാർ റസൂലുള്ളാഹിയുടെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ അതിന്റെ പിന്നിലൊന്നും പോയി സമയം കളയേണ്ടതില്ല. എ.പി. ഉസ്താദ് എന്ത് ചെയ്താലും അത് തെറ്റായി തന്നെ കാണുന്നൊരു വിഭാഗം അവരുടെ ജോലിയായിട്ട് നടക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു തആല മഹാന്റെ ദർജ എത്തിക്കൊടുക്കും എന്നതല്ലാതെ വേറൊന്നും സംഭവിക്കാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി ഹംസ മഹ്മൂദി, വിവരങ്ങൾ KMAC ന്യൂസിന് കൈമാറിയതിന്.